ഗൈസ് നമ്മളിന്ന് എവിടെ പോകുന്നു? സിനിമയ്ക്ക്. ഏ സിനിമ? പെണ്ണ് കേസ്. പെണ്ണ് കേസ്. Are you excited? ചുക്കോ എവിടെ? നമ്മൾ 7 മണിന്റെ സിനിമയ്ക്ക് 6:50 വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്തുകൊണ്ടാണ്? മതി ധാരാളം. നമ്മളിപ്പോൾ വളരെ സൗദി അറേബ്യയിലൊന്നല്ലല്ലോ സിനിമ കാണാൻ പോകുന്നത്. നമ്മളിത് അവിടെ 1.5 കിലോമീറ്റർ ദൂരെയുള്ള നമ്മുടെ എം ലാലിൻ്റെ മോഹൻലാലിൻ്റെ അടിപൊളി തിയേറ്ററിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു സ്ഥിരം പരസ്യമുണ്ട്. ആ തിയേറ്റർ ഉദ്ഘാടനം ചെയ്ത അന്ന് മുതൽ ഇപ്പോഴും അതന്നെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരസ്യക്കല്ലേ കാണാൻ, അത് കണ്ട് നമുക്ക് ഒരു വഴിക്ക്. അതുകൊണ്ട് ഇന്നത്തെയും പറയാൻ പോയിട്ട് ആണോ അമ്മ? ഇത് ഇത്രയും കഥ പറയാൻ കാരണം ഇത് ഡിലേ കാരണമായ വ്യക്തിയാണ് ഞാൻ. കുറച്ച് തയ്യാറെടുപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റു ചില കാര്യങ്ങളിലാണ് ചെയ്തിരുന്നത് വെച്ചാൽ നിങ്ങൾ എവിടെ എത്തുമായിരുന്നു? നിഖില വിമലിനോട് ഒരു ഹായ് പറയൂ. ഹായ്. നിങ്ങളുടെ അഭിനയത്തെക്കുറിച്ച് ചില ഹിൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് റിയലിസ്റ്റിക് ആണോ, പെർഫെക്റ്റ് ആണോ, ഒരു സോഷ്യൽ കമ്മിറ്റഡ് ആണോ എന്നൊക്കെ ഒരു പരിശോധനയ്ക്കായിട്ടാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഐ ആം ഗോയിങ് ടു സീ ദ ഫിലിം പെണ്ണ് കാണാൻ. പെണ്ണ് കാണലല്ലേ? പെണ്ണ് കേസ്. എല്ലാം കൊളായി. പെണ്ണ് കേസ്. അതുകൊണ്ട് പറ, ഐ ആം ഗോയിങ് ടു സീ ദ ഫിലിം പെണ്ണ് കേസ്. അത് പറ. സോ ഐ ആം ഗോയിങ് ടു സീ. Wait a minute. Who are you? Sabin, how would be you are enacting with this film? And പെണ്ണ് എന്താ പറഞ്ഞു? പെണ്ണ് കേസ്. സാധാരണ പെണ്ണ് കേസ്. 6:58 നമ്മളെത്തി. 2 മിനിറ്റുള്ള സിനിമ ആണ്. 2 മിനിറ്റ് പോരെ? നമ്മൾ സിനിമ ഉണ്ടാക്കൊന്നും വേണ്ടല്ലോ. അവരുണ്ടാക്കി വെച്ച് സ്ക്രീൻ ചെയ്യാൻ പോണ സിനിമ കണ്ട് കഥ മനസ്സിലാക്കി ആസ്വദിച്ച് തിരിച്ചു പോവുക. അപ്പം എന്തെങ്കിലും ചായ എന്തെങ്കിലും കഴിക്കാം. പടത്തിൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥ പറയണ്ട, കാണാത്തവരുണ്ടാവും. നല്ല റോളിംഗ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് വിചാരിക്കുന്നില്ല, കഴിഞ്ഞു പോയി. പ്രധാനമായിട്ട് അവസാന നിമിഷത്തിൽ ക്ലൈമാക്സ് ടോപ്പ് ശരിക്കും ഇതൊക്കെ ഉണ്ടോ എല്ലാവരും കാണാം. റിയാക്ഷൻ സേസ് ഓൾ. അളിയന്റെ അഭിപ്രായത്തിൽ പടം